ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശരീരത്തിന് വളരെയധികം ഗുണമുള്ളതും വെറൈറ്റിയുമായിട്ടുള്ള ഒരു പാവയ്ക്ക പക്കോട ഉണ്ടാക്കാം. നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 250 ഗ്രാം പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഉപ്പിട്ട് കഴുകിയെടുത്തതാണ്. ഇനി നമുക്കത് ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. പാവയ്ക്ക കനം കുറച്ച് കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ എന്ന് നോക്കാം. കീറിയെടുത്ത പാവയ്ക്ക, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ഇഞ്ചി, 4-5 വലിയ വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ്, 2 ടീസ്പൂൺ കടലമാവ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ചാറ്റ് മസാല. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബോൾ എടുത്ത് നമ്മൾ ഈ സാധനങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ, കടലമാവ്, ചാറ്റ് മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഗരം മസാല, ഉപ്പ്. ഇത്ര സാധനങ്ങളിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ പക്കോട ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർ കഴിച്ചോളൂ. പ്രത്യേകിച്ചും കുട്ടികൾക്കെല്ലാം വളരെ മടിയാണ് പാവയ്ക്ക കഴിക്കാനായിട്ട്. അവർക്ക് ഇങ്ങനെ കൊടുത്താൽ അവർ കഴിച്ചോളും. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയെല്ലാം ഇതിനകത്ത് പിടിക്കത്തക്കതുപോലെ ഇതെല്ലാം ഇതിനകത്ത് പറക്കിയിട്ട് നമുക്ക് ഇതുപോലെ കുഴച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം. മസാല എല്ലാം നല്ലതുപോലെ അതിൽ പിടിച്ച് കഴിയുമ്പോഴേക്കും അതിന് ഉള്ള ആ കയ്പ്പെല്ലാം അങ്ങ് മാറിക്കിട്ടും. ഇപ്പം ഞാൻ ആ മസാല എല്ലാം അതിനകത്തിട്ട് കുഴച്ച് ഒരു 10 മിനിറ്റ് വെച്ചിരുന്നു. ഇപ്പോൾ അതെടുത്തു. ഇനി നമുക്കത് പക്കോട ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാനിൻ്റെ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് അതിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ കടലമാവും കൂടി ഇട്ട് അതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഓരോന്ന് മുക്കി അതിലേക്ക് ഇട്ടാൽ മതി. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ മസാലയെല്ലാം അങ്ങ് കരിഞ്ഞു പോകും, അകം വേഗത്തുമില്ല. ഇനി നമ്മുടെ പക്കോട നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പാവയ്ക്ക പക്കോടയ്ക്ക് ഒട്ടും കയ്പില്ല, നല്ല ടേസ്റ്റുമാണ്. വൈകുന്നേരത്തെ ചായയ്ക്ക് ഇത് എളുപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല പലഹാരമാണ്. നല്ല രുചിയുമുള്ളതുമാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് അതിൻ്റെ അകം എല്ലാം വെന്തിട്ടുണ്ട്. അതിൻ്റെ നല്ല മസാലയെല്ലാം നല്ല ഭംഗിയായിട്ട് വെന്ത് മുരിഞ്ഞിട്ടുമുണ്ട്. തീ കുറച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് വിചാരിച്ച് അതിൽ ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടും ഒന്നുമില്ല. നമ്മുടെ പക്കവട മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. നമ്മുടെ പാവയ്ക്ക പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.